ഓക്കെ, ഹലോ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഓസിലേഷൻ എന്താണ്, അതിൻ്റെ ഫ്രീക്വൻസി, പീരിയഡ്, ഓസിലേറ്ററി മോഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ പെൻഡുലം എന്താണെന്നാണ്. സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് ഓസിലേറ്ററി മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ്. ഇവിടെ നമുക്ക് ഫിഗറിൽ കാണുന്നത് ഒരു സിമ്പിൾ പെൻഡുലം ആണ്. അതിലെന്താ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബോബ് എന്ന് പറഞ്ഞാൽ ഈ ഉണ്ട സാധനം. ഓക്കെ, അതിനെ നമ്മളൊരു സ്ട്രിങ്ങുമ്മേ ടൈ ചെയ്തേക്കാണ്, ഒരു നൂലുമ്മ കെട്ടിയിരിക്കുകയാണ്. ആ നൂലിനെ നമ്മളൊരു സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് കൊടുത്തേക്കാണ് അല്ലേ. അപ്പൊ എന്താണ്, ടൈ എ ബോബ് ടു എ സ്ട്രിങ് ആൻഡ് ഹാങ് ഇറ്റ് ഓൺ എ സ്റ്റാൻഡ്. ദിസ് സിസ്റ്റം ഈസ് കോൾഡ് സിമ്പിൾ പെൻഡുലം. ഈ സിമ്പിൾ അപ്പാരറ്റസിനെ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ഇനി കുറച്ച് അതിൻ്റെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇക്വേഷൻസും അതുപോലെ തന്നെ അതിൻ്റെ റിലേഷൻസും ഒക്കെയാണ് പറയുന്നത്. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിക്കും, ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഫ്രീക്വൻസി എന്ന്. ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് വൈബ്രേഷൻസിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ലെങ്ത് ഓഫ് ദ പെൻഡുലം നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. ഈ ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം പീരീഡ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഈക്വൽ ടു 1/പീരീഡ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒരാൾ കൂടുമ്പോൾ അടുത്ത ആൾ കുറയും. പീരീഡ് കൂടുമ്പോൾ ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിക്കും, ഫ്രീക്വൻസി കുറയും. ഓക്കെ, അപ്പോൾ ആസ് എ പീരീഡ് ഇൻക്രീസസ് ദ ഫ്രീക്വൻസി ഡിക്രീസസ്. ഇനി ഒരു ഒബ്ജക്റ്റ് അത് ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ സമ്മതിക്കുമ്പോൾ അത് അതിൻ്റെ സ്വന്തം ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിലായിരിക്കും, അതിൻ്റെ ഇന്നേറ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിലായിരിക്കും അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയുള്ള വൈബ്രേഷനെയാണ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി, അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിനെയാണ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഇപ്പോൾ നമ്മളെടുത്ത സിമ്പിൾ പെൻഡുലം തന്നെ, ആ പെൻഡുലത്തിനെ ഞാൻ ജസ്റ്റ് ഒന്ന് വലിച്ച് ഒന്ന് റിലീസ് ചെയ്തു. ഫസ്റ്റ് ആ ഒരു മോഷൻ ഞാൻ ഇനീഷ്യേറ്റ് ചെയ്ത് കൊടുത്തു, പക്ഷെ പിന്നെ അത് തന്നെ എന്ത് ചെയ്യും, തന്നെ ആ ടു ആൻഡ് ഫ്രോ മോഷൻ അത് എക്സിക്യൂട്ട് ചെയ്തോളും, നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട അല്ലേ. അപ്പൊ അത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ മൂവ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും. ഓക്കെ, ആ ഒരു ഒബ്ജക്റ്റ് ഫ്രീ ആയിട്ട് അതിനെ വൈബ്രേറ്റ് ചെയ്യാൻ സമ്മതിക്കുമ്പം അത് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ അതിന്റെ ഇന്നേറ്റ് ഫ്രീക്വൻസിയിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇന്നേറ്റ് ഫ്രീക്വൻസി ഈസ് നോൺ ആസ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഒബ്ജക്ട്. ആ ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതാണ്. ഇനി ഒരു ഒബ്ജക്റ്റിന്റെ ഈ നാച്ചുറൽ ഫ്രീക്വൻസിനെ കുറച്ച് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ലെങ്ത് ഓഫ് ദ ഒബ്ജക്ട്, നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണോ എടുക്കുന്നത് അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിനെയാണോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, ആ ഒബ്ജക്റ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിനെ അഫക്റ്റ് ചെയ്യും. അതിന്റെ സൈസ് എന്ന് പറയുന്നത് ലെങ്ത് മാത്രമല്ല, അതിന്റെ സൈസ് എഫക്റ്റ് ചെയ്യും, അതിന്റെ ഇലാസ്റ്റിസിറ്റി എഫക്റ്റ് ചെയ്യും. പിന്നെ ഏത് മെറ്റീരിയൽ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ മെറ്റീരിയലിന്റെ നേച്ചറും അതിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റിന്റെ ലെങ്ത്, ഒബ്ജക്റ്റിന്റെ സൈസ്, അതിന്റെ ഇലാസ്റ്റിസിറ്റി, അതുപോലെ തന്നെ നേച്ചർ, ഇത് മാത്രമൊന്നുമല്ല വേറെയും ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ മാറിയാൽ അത് എന്ത് ചെയ്യും, അത് ആ ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിനെ അഫക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 10 സെന്റിമീറ്റർ നീളമുള്ള ലെങ്ത് ഉള്ള ഒരു സിമ്പിൾ പെൻഡുലം ആണ് കൺസിഡർ ചെയ്തതെന്ന് വിചാരിക്കാം. ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ ലെങ്ത് മാറ്റിയിട്ട് വേറൊന്നും ഞാൻ ചേഞ്ച് ചെയ്തില്ല, ലെങ്ത് മാത്രം മാറ്റി ഞാൻ അത് 20 സെന്റിമീറ്റർ ലെങ്ത് ഉള്ളതാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി മാറും. ഇനി ഈ ബോബ് ഒരു 10 കിലോഗ്രാം മാസമുള്ളതായിരുന്നു എന്ന് വിചാരിക്കാം, ഞാൻ അതിനൊരു 15 കിലോഗ്രാം മാസമുള്ള ബോബാക്കി മാറ്റി. അപ്പോഴും എന്ത് സംഭവിക്കും, അപ്പോഴും അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിനെ അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഞാൻ എന്തെങ്കിലും ഒരു ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്, ഒരു എക്സാമ്പിൾ ഒരു ട്യൂണിംഗ് ഫോർക്കിനെ ഞാൻ എടുത്തു. ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന ഈ സംഭവമില്ലേ, ഇതാണ് ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നത്. അതിനൊരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ എവിടെയെങ്കിലും നല്ല ബലത്തിൽ അടിച്ചു കഴിഞ്ഞാൽ അത് ആ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ട്യൂണിംഗ് ഫോർക്കിനെ ഞാനൊരു ടേബിളിന്റെ മേലെ കൊണ്ടുവച്ചു. അപ്പോൾ ഒബ്വിയസ്ലി എന്തുണ്ടാവും, ഉറപ്പായിട്ടും ആ ടേബിളിന് ഒരു അനക്കം ഉണ്ടാവും അല്ലേ. അപ്പൊ അതെന്താ സംഭവിക്കണത്, ശരിക്കും ഞാൻ ഓൾറെഡി വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സാധനത്തിനെ കൊണ്ടുവന്നിട്ട് ഒരു ടേബിളിന്റെയോ പുസ്തകത്തിന്റെയോ എന്തെങ്കിലും മേലെ വെക്കുമ്പോൾ അതിന് ആ വൈബ്രേഷൻ കടന്നുകൂടാണ് അല്ലെ, അതിന് ആ വൈബ്രേഷൻ കിട്ടാണ്. അങ്ങനെയുള്ളത് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങാണ്. അപ്പോൾ അതിനെയാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഫോൺ ഇരിക്കുന്നത് ഒരു ഭയങ്കര ഫീബിൾ ആയിട്ടുള്ള ഒട്ടും ബലമില്ലാത്ത ഒരു സ്റ്റാൻഡിന്മേലാന്ന് വിചാരിക്കാം. ഫോൺ വൈബ്രേഷൻ മോഡിലാട്ടിട്ടുള്ളത്. അപ്പൊ ഫോണിലേക്ക് ഒരു കോൾ വരുമ്പോൾ നാച്ചുറലി ഫോൺ വൈബ്രേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ അത് വെച്ചിരിക്കുന്ന കുഞ്ഞു സ്റ്റാൻഡ് എന്ത് ചെയ്യാൻ തുടങ്ങും, അതും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ. അപ്പൊ ഓൾറെഡി വൈബ്രേറ്റ് ചെയ്യുന്ന ഒരാള്
വേറൊരു സാധനത്തിൽ നിന്ന് വെച്ചിട്ട് അതിനെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജെക്ട് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജെക്ട്. വേറൊരു എക്സ്റ്റേണലി വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ ഉപയോഗിച്ച് മറ്റൊരു വസ്തുവിനെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അതിനെയാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഹാക്സോ ബ്ലേഡിന്റെ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട്. ഞാനത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഒരു സ്റ്റാൻഡുമ്മൽ പല സൈസിലുള്ള ഹാക്സോ ബ്ലേഡുകൾ വെച്ചേക്കാണ്, പല സൈസിലുള്ള ഹാക്സോ ബ്ലേഡുകൾ വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം വൈബ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് മറ്റുള്ളതിന് സംഭവിക്കാന്നുള്ളത്, അതിൽ ഒരു 3 ഒരേ വലിപ്പത്തിലുള്ള ഹാക്സോ ബ്ലേഡുകളും 2 വേറെ ഡിഫറെന്റ് വലിപ്പത്തിലുള്ള ഹാക്സോ ബ്ലേഡുകളും ഉണ്ട്. ഒരെണ്ണം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും വൈബ്രേഷൻ ഉണ്ടാവും, പക്ഷെ ഈ ഒരേ വലിപ്പത്തിലുള്ള 3 പേര് ഒരുപോലെ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിൽ നിന്നും നമുക്ക് വേറൊരു കാര്യം പഠിക്കാനുണ്ട്. അതാണ് നമ്മൾ പറയുന്ന റെസൊണൻസ് എന്ന് പറയുന്നത്. ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിങ് ഒബ്ജെക്ട് ആൻഡ് ദാറ്റ് ഓഫ് ദ ഫോഴ്സ്ഡ് ഒബ്ജെക്ട് ആർ ഈക്വൽ. ഒരു ഫോഴ്സ് ചെയ്യുന്ന ഒബ്ജക്റ്റും ഫോഴ്സ് ചെയ്യപ്പെടുന്ന ഒബ്ജക്റ്റും, ഇപ്പൊ നമ്മൾ ഒരു എന്താ പറയാ, ഫോണിന്റെയും സ്റ്റാൻഡിന്റെയും കാര്യം പറയുകയാണെങ്കിൽ ഫോണും സ്റ്റാൻഡും, ഫോൺ എന്ന് പറയുന്നത് ഫോഴ്സ് ചെയ്യുന്നതും അതിന് വിധേയമാകുന്ന ഒബ്ജക്റ്റ് ആരാണ്, സ്റ്റാൻഡ് ആണ് അല്ലെ. അപ്പൊ ഇവർ 2 പേരുടെയും നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് തുല്യമാവുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവരെ നമുക്ക് എന്തിലാന്ന് പറയാം, അവർ റെസൊണൻസിലാന്ന് പറയാം. അപ്പോൾ ഈ ഒബ്ജക്റ്റ് 2 പേരും ഒരുപോലെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അവരുടെ നാച്ചുറൽ ഫ്രീക്വൻസികൾ ഈക്വൽ ആകുമ്പോൾ അവർ ഒരുപോലെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നാച്ചുറൽ ഫ്രീക്വൻസികൾ ഈക്വൽ ആണെങ്കിൽ അവർ ഒരുപോലെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതിനെയാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്ട്സ് അണ്ടർഗോയിങ് റെസൊണൻസ് വിൽ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഈ റെസൊണൻസിലായിരിക്കുന്ന ഒബ്ജക്ട്സ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഏറ്റവും മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും. ഓക്കെ, ഏറ്റവും മാക്സിമം ഡിസ്പ്ലേസ്മെന്റും എല്ലാം നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, ഇതാണ് ഞാൻ ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറഞ്ഞു. ഇവിടെ ഒരു 50 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട്. അതിനൊരു 4 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു റേഡിയസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു ബക്കറ്റിൽ വെള്ളം അതിൽ വെച്ചിട്ടുണ്ട്, ഈ കോളത്തിൽ എയർ ഉണ്ട്. ഓക്കെ, ഈ പൈപ്പിന്റെ ഉള്ളിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഒരു 512 ഹെർട്സ് ഇതിന്റെ യൂണിറ്റ് ആണ്, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പൊ ഈ 512 ഹെർട്സിൽ വൈബ്രേറ്റ് ചെയ്യുന്ന നമ്മളുടെ ഈ ട്യൂണിംഗ് ഫോക്കിനെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഈ എയർ കോളത്തിന്റെ അവിടേക്ക് കൊണ്ടുവരാണ്. എന്നിട്ട് ഈ എയർ കോളം പതുക്കെ നമ്മളുടെ കൈ ഒന്ന് മേലേക്ക് പൊന്തിച്ച് താഴ്ത്തി നമ്മൾ ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സൗണ്ട് നമുക്ക് കേൾക്കാൻ തുടങ്ങും. ഹൈറ്റ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അല്ലെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ നല്ല സൗണ്ട് കേൾക്കാൻ തുടങ്ങും. മാക്സിമം സൗണ്ടിൽ അത് സൗണ്ട് കേൾക്കാൻ തുടങ്ങും. അതെന്താ, ഇതിൻ്റെ ഉള്ളിൽ എയർ കോളം ഉണ്ടല്ലേ. അപ്പൊ ആ എയർ കോളം ഈ സെറ്റപ്പിൽ ഉണ്ടാവുന്ന സൗണ്ടാണ്, അത് വൈബ്രേറ്റ് ചെയ്യുന്ന ട്യൂണിംഗ് ഫോക്കിനെ കൊണ്ടുവയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ടാണ്. അപ്പൊ ഇത് അതിന്റെ ഉള്ളിലുള്ള എയർ കോളം നമ്മളുടെ ഈ ട്യൂണിംഗ് ഫോക്കും തമ്മിൽ റെസൊണൻസിലാവുമ്പോഴാണ് എന്ത്, മാക്സിമം സൗണ്ട് നമ്മൾ കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുന്നത് എപ്പോഴാണ്, റെസൊണൻസിലാവുമ്പോഴാണ്. റെസൊണൻസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിങ് ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിന്റെ ഫ്രീക്വൻസിയും തമ്മിൽ ഈക്വൽ ആവുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്, റെസൊണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് ആൾക്കാരെ പറയാണ് എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ, എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി, എന്താണ് റെസൊണൻസ് എന്നുള്ളത്. നോക്ക്, ദ എയർ ഇൻസൈഡ് ദ പൈപ്പ് ഈസ് മെയ്ഡ് ടു വൈബ്രേറ്റ് ബൈ ദ ട്യൂണിംഗ് ഫോർക്ക്. അപ്പൊ ഈ ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് ആണല്ലേ. അപ്പൊ ഈ ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്ന എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് ആ പൈപ്പിന്റെ ഉള്ളിലുള്ള എയറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ് അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ, ദ എയർ കോളം ഹാസ് എ ഫ്രീക്വൻസി ഡിപ്പെൻഡിങ് ഓൺ ദ ലെങ്ത്. അതിന്റെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. എയർ കോളത്തിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്, അത് എന്തോരം ലെങ്ത്തിലാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. റെസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ എയർ കോളത്തിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും തമ്മിൽ ഈക്വൽ ആവുമ്പോൾ എന്താണ്, മാക്സിമം സൗണ്ട് കേൾക്കും. ഇപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ് ഞാൻ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ട്യൂണിംഗ് ഫോർക്ക് എക്സ്റ്റേണലി വൈബ്രേറ്റ് ചെയ്തിരുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. അതിന് മീൻസ് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ആ എയർ കോളത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരാണ്. അപ്പൊ എയർ കോളം എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ, എയർ കോളത്തിന് നാച്ചുറലി ഒരു ഫ്രീക്വൻസി ഉണ്ട് അതിന്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. റെസൊണൻസ് എന്ന് പറഞ്ഞാലോ ഈ നാച്ചുറൽ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ട്യൂണിംഗ് ഫോക്കിന്റെ ഫ്രീക്വൻസിയും തമ്മിൽ ഈക്വൽ ആകുമ്പോൾ മാക്സിമം സൗണ്ട് കേൾക്കും. അതിനെയാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ 3 കാര്യങ്ങളും ക്ലിയർ അല്ലേ? നമ്മളതിനെ ഈ പെർട്ടിക്കുലർ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കൂടുതൽ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണേ.
ഇനി അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസണൻസ്. ഇനി എവിടെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്? MRI സ്കാനിങ്ങിൽ, റേഡിയോ ട്യൂണിങ്ങിൽ, അതുപോലെ തന്നെ ഗിറ്റാർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം തുടങ്ങിയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ, സ്റ്റെത്തസ്കോപ്പിൽ. സ്റ്റെത്തസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ബോഡി എന്നുള്ള ഒരു ഫീബിൾ ആയിട്ടുള്ള സൗണ്ടിനെ നമുക്ക് നല്ല ഒച്ചയിൽ മാക്സിമം സൗണ്ടിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ സ്റ്റെത്തസ്കോപ്പിന്റെ ഉള്ളിൽ കൂടെ. അപ്പൊ അവിടെയൊക്കെ എന്താണ് ഈ ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസണൻസ് ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മെഗാഫോൺസിൽ, ഹോൺസിൽ, അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ട്രംപറ്റ്, നാഗസ്വരം തുടങ്ങിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിലും ഒക്കെ എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസണൻസും യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇനി 2 ക്വസ്റ്റ്യൻ ആണ്. ദ ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് 1 ഹെർട്സ്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ഹെർട്സ് ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് ടൈം പീരീഡ്? ടൈം പീരീഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നേരത്തെ റിലേഷൻഷിപ്പ് പറഞ്ഞു അല്ലെ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ടൈം പീരീഡ് ആണ്. 1 ടൈം പീരീഡ് ആണ്. ഇവിടെ നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1 ഫ്രീക്വൻസി. അപ്പൊ എന്താണ് ടി ഈസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? 1/f ആണ്. ഞാനിവിടെ എന്താ ചെയ്യുന്നത്? 1/1 ചെയ്തു. അപ്പൊ എന്താണ് ആൻസർ? 1 ആണ്. സോ 1 സെക്കൻഡ് വിൽ ബി ദ ആൻസർ. ഇനി if a pendulum takes 0.5 seconds to complete one oscillation, what is its frequency? അതിന്റെ ടൈം പീരീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.5 സെക്കൻഡ്. എങ്ങനെയാ അത് ടൈം പീരീഡ് ആണെന്ന് മനസ്സിലായത്? ഒരു പെൻഡുലം ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണല്ലോ അതിന്റെ ടൈം പീരീഡ്. അപ്പൊ t is equal to 0.5 സെക്കൻഡ്. ഇനി അതിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ f is equal to 1/t ചെയ്യുക. ദാറ്റ് ഈസ് 1/0.5 ചെയ്യുക. അപ്പൊ എനിക്ക് എത്ര ആൻസർ കിട്ടാം? ഞാനിപ്പോ ഇതിന്റെ ഡെസിമൽ മാറ്റാൻ വേണ്ടിയിട്ട് താഴെ മേലെയും ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് 10/5 എന്ന് കിട്ടും. 2 ടൈംസ് അല്ലേ? അപ്പൊ എന്താണ്? 2 ഹെർട്സ് ആയിരിക്കും അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മളുടെ നേരത്തെ നമ്മൾ ആ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഫ്രീക്വൻസിയും ടൈം പീരീഡും ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണ്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ടൈം പീരീഡ് ആണ്. ഒരാൾ കൂടുമ്പോൾ അടുത്ത ആൾ കുറയും എന്നുള്ള ആ ഇക്വേഷൻ ആണ് ഈ 2 പ്രോബ്ലത്തിനും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ആ ഒരു റെസണൻസ് കോളം എന്ന് പറഞ്ഞാൽ നമ്മളെ പൈപ്പും വാട്ടറും അതുപോലെ തന്നെ ഒരു ട്യൂണിംഗ് ഫോക്കും യൂസ് ചെയ്തിട്ട് നാച്ചുറൽ ഫ്രീക്വൻസി, ഫോഴ്സ്ഡ് വൈബ്രേഷൻ, അതുപോലെ തന്നെ റെസണൻസ് എന്താ നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഫ്രീക്വൻസിയുടെയും ടൈം പീരീഡിന്റെയും റിലേഷൻഷിപ്പ്, സിമ്പിൾ പെൻഡുലത്തിന്റെ എക്സ്പെരിമെന്റ് എന്ന് മനസ്സിലാക്കി. അപ്പൊ ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വേവ്സിനെ പറ്റിയിട്ടാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ കമന്റിൽ അത് പറയാം. ഒപ്പീനിയനും അതുപോലെ തന്നെ സജഷൻസും ഒക്കെ പറയാം. താങ്ക് യു.